തൃശൂരിനൊടുവിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഹൃദയഭേദകമായ സംഭവമാണ് സമൂഹത്തെ നടുക്കിയത്. 34-കാരനായ ബാലാജി നഗർ സ്വദേശിയും ഗ്യാരേജ് മെക്കാനിക്കുമായ വെങ്കിട്ടരാമൻ കൃത്യസമയത്ത് ചികിത്സയും സഹായവും ലഭിക്കാതെ ജീവൻ നഷ്ടപ്പെടുത്തി. പുലർച്ചെ 3:30 ശക്തമായ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഭാര്യയോടൊപ്പം ബൈക്കിൽ ആശുപത്രിയിലേക്ക് പോയെങ്കിലും അവിടെ കാത്തിരുന്നത് ക്രൂരമായ അവഗണനയായിരുന്നു. ആദ്യ ആശുപത്രിയിൽ ഡോക്ടർ ഡ്യൂട്ടിയിലില്ലെന്ന കാരണത്താൽ തിരിച്ചയച്ചു. രണ്ടാമത്തെ ആശുപത്രിയിൽ സ്ട്രോക്ക് ആണെന്ന് പറഞ്ഞ് മറ്റൊരു വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. ആംബുലൻസ് വിളിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല. ആശുപത്രികൾ കയറി ഇറങ്ങുന്നതിനിടയിൽ ഇവർ സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടു. രക്തത്തിൽ കുളിച്ചു കിടന്ന ഭർത്താവിനെ രക്ഷിക്കാനായി ഭാര്യ വഴിയിലൂടെ പോയ വാഹനങ്ങളോട് കൈകൂപ്പി യാചിച്ചെങ്കിലും ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. അവസാനം ഒരു ടാക്സി ഡ്രൈവർ സഹായത്തിനെത്തിയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ വെങ്കട്ടരാമൻ മരിച്ചിരുന്നു. ഹൃദയം തകർക്കുന്ന ഈ ദൃശ്യങ്ങൾ CCTV ക്യാമറകൾ പതിഞ്ഞിട്ടുണ്ട്. ലോകം കൈവിട്ടിട്ടും ലോകത്തിനായി മാതൃകയായിരിക്കുകയാണ് വെങ്കട്ടരാമന്റെ കുടുംബം. അദ്ദേഹത്തിന്റെ കണ്ണുകൾ മറ്റൊരാൾക്ക് ലോകം കാണാൻ കഴിയട്ടെ എന്നാശിച്ച് കുടുംബം കണ്ണുകൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചു. മനുഷ്യത്വം തോറ്റുപോയെങ്കിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ കണ്ണുകളിലൂടെ മറ്റൊരാൾക്ക് ലോകം കാണാൻ കഴിയട്ടെ എന്നാണ് അവരുടെ വാക്കുകൾ. 5 വയസ്സുള്ള മകനും 18 മാസം പ്രായമുള്ള മകളും ഭാര്യയും മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബത്തിന് ഇനി ആരാണ് തുണയാവുക എന്നതാണ് ഉയരുന്ന ചോദ്യം. പ്രിയപ്പെട്ടവരെ, ആപത്തിൽപ്പെട്ട ഒരാളെ ഒരിക്കലും അവഗണിക്കരുത്. അത് ശത്രുവായാലും മിത്രമായാലും മനുഷ്യജീവൻ രക്ഷിക്കുക നമ്മുടെ കടമയാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.